ഇനി നമുക്ക് നിങ്ങളോടുള്ള ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ആദ്യം പ്രസന്റ് ചെയ്ത ആളോടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ആദ്യം പ്രസന്റ് ചെയ്തിട്ടുള്ളത് എലോന റോസിനോട് എലോന റോസിന്റെ പഠന രീതിയും ചാലഞ്ചസും പ്രസന്റ് ചെയ്തു. നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് എലോന റോസിനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. എലോന, പ്ലീസ് സ്വിച്ച് ഓൺ യുവർ വീഡിയോ ആൻഡ് അൺമ്യൂട്ട്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള നെയിം ഒന്നുമില്ല. നമ്മൾ ഈ എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനൽ മറ്റേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം പറഞ്ഞതിനാണോ? അല്ല, യൂട്യൂബ് ചാനൽ ഏതാ യൂസ് ചെയ്യാനുള്ളത്? എന്തിനു യൂസ് ചെയ്യണത്? പഠിത്തത്തിന് വേണ്ട? അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒരാളുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഈ എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്ന് പറഞ്ഞ് ചാപ്റ്റർ അടിച്ചു കൊടുത്ത് നോക്കുമ്പോൾ വരുന്നതിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്ന അങ്ങനെ ഓൾമോസ്റ്റ് 2-3 വീഡിയോസ് ഞാൻ കാണും. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊരു യൂട്യൂബറിന്റെ ഉള്ളതില്ല. മേ ബി മോസ്റ്റ് ഓഫ് ഞാൻ സൈലം ആണ് കാണാറ് യൂട്യൂബിലെ വീഡിയോസ്. ഓക്കെ. Any other question? Hi, Elona. Hi, Anugraha. സുഖാണോ? എന്തോ? സുഖാണോ? അതെ, സുഖാണ്. അനുഗ്രഹിക്കോ? സുഖമാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എലോനക്ക് കമ്പയർ സ്റ്റഡി ആണോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കുന്നതാണോ കൂടുതൽ എളുപ്പം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൈൻ സ്റ്റഡിയും ചില സമയത്ത് ബെനിഫിറ്റ് ചെയ്യാറുണ്ട്, ഒറ്റയ്ക്ക് പഠിക്കുന്നത് ചില സമയത്ത് ബെനിഫിറ്റ് ചെയ്യാറുണ്ട്. ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമ്മളിപ്പോ നോട്ട് തന്നേക്കുന്നത് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നിന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് മാത്രമേ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഐഡിയാസ്, ക്ലാസ്മേറ്റ്സിന്റെ ഐഡിയാസ് കൂടെ അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ ആ ഐഡിയാസും കൂടെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാനും പറ്റും. സോ രണ്ടും യൂസ്ഫുൾ ആണ്. എനിക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ചെയ്യണത് ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുമ്പോഴാണ്. കുറച്ചുകൂടെ ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കുമ്പോൾ എനിക്കത് ബെനിഫിറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ബോത്ത് രണ്ടും എനിക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. എന്താ ഉറക്കെ വായിച്ച് പഠിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവാറുണ്ടോ? ഉണ്ട്. എനിക്ക് പയ്യെ വായിച്ചു പഠിക്കുമ്പോ എന്റെ തലയിലൊന്നും കയറൂല. ഉറക്കെ വായിച്ചു പഠിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാറുണ്ട്. ഓക്കെ. ആര്യൻ, ചോദിച്ചോളൂ. ഇല്ലേ, ഒന്നും ചോദിക്കുന്നില്ലേ ആര്യൻ? ഇല്ല. ഓക്കെ. So Elona, your turn was very good, nice. So next to Anugraha. Yes, Anugraha, you can unmute your mic and switch on your video, please. Yes, sir. Okay, thank you. And students, you can ask to Anugraha. Yes, ചോദിച്ചോളൂ. അനുഗ്രഹ ചേച്ചി. ഹലോ റസ്മിയ. ഹലോ. ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് എഴുതി പഠിക്കുന്നതാണോ വായിച്ച് പഠിക്കുന്നതാണോ? എനിക്ക് കുറച്ചും കൂടി രണ്ടും കംഫർട്ടബിൾ ആണ്. പക്ഷെ എഴുതി പഠിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. മനസ്സിൽ ഇതായിട്ട് ഷോർട്ട് നോട്ടൊക്കെ തയ്യാറായിട്ട് വെക്കുമ്പോ എനിക്കും അതുപോലെയാ. Okay, nice, very good. Then who is next? Hello, Anugraha. Hello, Elona.
സോ എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ മറ്റേ സ്റ്റിക്കി നോട്ട്സിൽ നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സോ അപ്പൊ അതെങ്ങനെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണോ അതോ മറന്നു ഓർമ്മയിൽ നിൽക്കാത്ത പോയിന്റ്സ് ആണോ? എങ്ങനത്തെ പോയിന്റ്സ് ആ സ്റ്റിക്കി നോട്ടിൽ കൂടുതലും എഴുതി വെച്ച് പഠിക്കാറ്? അത് രണ്ടും ഞാൻ എഴുതി വെക്കാറുണ്ട്. എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എഴുതി വെക്കാറുണ്ട്. പിന്നെ കുറച്ചിതായിട്ടുള്ളതും മറന്നു പോകുന്ന തരത്തിലുള്ളതും ഞാൻ എഴുതി വെക്കാറുണ്ട്. അപ്പൊ ഈ സ്റ്റിക്കി നോട്ട് വെച്ച് എഴുതി വെച്ച് പഠിക്കുമ്പോ ഓർമ്മയിൽ നിൽക്കാറുണ്ടോ? ലൈക്ക് എല്ലാം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് എഴുതി വെക്കാറുണ്ട്. അത് നമ്മളിപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മളത് കാണുമല്ലോ. ഉം. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് അത് വരുമ്പോ നമുക്കിപ്പം ഇതാക്കാനും പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു അനുഗ്രഹ. വെൽക്കം. Nice. Then who is next? Anushya? ചോദിച്ചോളൂ, അനുഗ്രഹയോട് ചോദിക്കാം. ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടമുള്ള വിഷയം ഒരാൾ പഠിപ്പിച്ചു തരുമ്പോഴാണോ മനസ്സിലാവുക അതോ തനിയെ പഠിക്കുമ്പോഴാണോ മനസ്സിലാവുക? എനിക്കത് പഠിപ്പിച്ചു തരുമ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലാകുക. ഓക്കെ, Nice question. Very good. Nice. താങ്ക് യു. Then who is next? Aryan? Yes. ചോദിക്കൂ ആര്യൻ, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കൂ. അനുഗ്രഹ, ഹലോ. ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന എങ്ങനെയാണ്? എഴുതി പഠിക്കുമ്പോൾ നന്നായിട്ട് കിട്ടണം. ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയോ? എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ നിൽക്കുന്നത്? അത് എനിക്ക് എഴുതി എഴുതി പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. പിന്നെ ഓഡിയോളജിയും അത് എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ്. കേട്ട് പഠിക്കുമ്പോ Very good. Nice question and nice answer. Okay, good Aryan. Then who is to ask? ഇനി ആരാണ് ചോദിക്കാൻ? അനുഗ്രഹയോട് ചോദിക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. Then okay, അനുഗ്രഹ, thank you very much. Next to Rizmia. ഹലോ രശ്മിയ കുട്ടി. ഹലോ. രശ്മിയുടെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാത്സ്. സെയിം. സോ അപ്പൊ ഈ മാത്സ് ഈ ഫ്ലോ ചാർട്ട് വഴിയാ പഠിക്കണേന്ന് പറഞ്ഞല്ലോ. സോ മാത്സ് എങ്ങനെ ഫ്ലോ ചാർട്ട് ചെയ്ത് പഠിക്കണേന്നൊന്ന് പറഞ്ഞുതരാവോ? അത് ഞാൻ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫ്ലോ ചാർട്ട് ചെയ്ത് പഠിക്കും. പ്രോബ്ലംസ് അല്ലേ? ആ. ഓക്കെ, താങ്ക് യു രശ്മിയ. Very good. Nice question, Elena, and nice answer, Rizmia. Thank you, sir. My dear friends, my dear students, you are very interactive and very dynamic. I'm very happy. I'm very proud of you. And next question from Anugraha. ഹായ് റിസ്മിയ. ഹായ്. റിസ്മിയക്ക് ഏറ്റവും ടഫുള്ള വിഷയം ഏതാണ്? ഏറ്റവും കൂടുതൽ വിഷമമുള്ള ടഫായിട്ടുള്ള? അങ്ങനെയൊന്നുമില്ല. പറയാണെങ്കിൽ സോഷ്യൽ സയൻസിന് ഇച്ചിരി മാർക്ക് കുറവായിരുന്നു. ഓക്കെ. ബാക്കിയുള്ള അതെന്താ വിഷയങ്ങളൊക്കെ റിസ്മിയ? എങ്ങനെയാ? ചോദിച്ചോളൂ അനുഗ്രഹ, ചോദിച്ചോളൂ. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ എളുപ്പാണോ? അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ വിഷയം എനിക്ക് എളുപ്പമാണ്. എന്നാ ഈ പറഞ്ഞ എക്സാമിന് സോഷ്യൽ സയൻസിന് ഇച്ചിരി മാർക്ക് കുറവായിരുന്നു. നീ അപ്പൊ എങ്ങനെയാണ് പഠിക്കാറ്? കൂടുതൽ
എന്താണ്? ഞാൻ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയും ഫ്ലോ ചാർട്ട് തയ്യാറാക്കിയും കുറിപ്പ് തയ്യാറാക്കിയാണ് പഠിക്കാറ്. ഓക്കെ റിസ്മിയ, താങ്ക് യു. വെൽക്കം. നൈസ്. റിസ്മിയ, സോഷ്യൽ സ്റ്റഡീസ് മാർക്ക് കുറയാൻ കാരണം എന്താണെന്ന് റിസ്മിയ കണ്ടെത്തിയിട്ടുണ്ടോ? എന്റെ ചോദ്യമാണ്. ആൻസർ ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അനുഷ്യ ചോദിച്ചോളൂ. റിസ്മയ്ക്ക് എന്താണ് ടഫുള്ള ക്വസ്റ്റ്യൻസ് മാത്സ് ആണ് ഏറ്റവും ഈസി എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ചില ക്വസ്റ്റ്യൻസ് ടഫ് ആയിട്ട് വരും. അപ്പൊ അതെങ്ങനെയാണ് പഠിക്കുക? അത് ഞാൻ ഉമ്മീന്റെ അടുത്ത് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചാ പഠിക്കാറുള്ളത്. ഓക്കെ, വെരി ഗുഡ്. നൈസ്, വെരി ഗുഡ്. ദെൻ ആര്യൻ ചോദിച്ചോളൂ മോനെ. എന്തെങ്കിലും ചോദിച്ചോളൂ മോന്, റിസ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട്. റിസ്മിക്ക് മാത്സ് ആണ് കൂടുതൽ ഇഷ്ടം. സോഷ്യൽ സ്റ്റഡീസിന് കുറച്ച് മാർക്ക് കുറഞ്ഞതായിട്ട് റിസ്മിക്ക് തോന്നി. റിസ്മിയ ഫ്ലോ ചാർട്ടുകളിലൂടെയാണ് പഠിക്കാറുള്ളത്, ഫ്ലോ ചാർട്ടുകൾ വരച്ചുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. റിസ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ടോ പറഞ്ഞ കാര്യങ്ങളിലോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മോൻ ചോദിച്ചോളൂ. ഇല്ല. ഓക്കെ. സോ നെക്സ്റ്റ് ടു Anushya, it's your turn. Okay. Friends, students, you can ask your questions to Anushya. Please. Anushya, യെസ്. എന്താണ്? പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യാറുണ്ടോ? എന്താണ്? ഈ മലയാളം പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ചില വിഷയങ്ങൾ മാത്രം ടഫ് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ അത് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഇംഗ്ലീഷ് ബേസിക് അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. താങ്ക് യു. Okay. ഹായ് അനുഷ്യ. ഹായ്. അനുഷ്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏത് സബ്ജക്ട് എടുക്കുന്ന ടീച്ചറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ബേസിക്. അങ്ങനെയുണ്ടോ? ഉണ്ട്. എനിക്ക് ബേസിക് ഒരുപാട് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പോ ക്ലാസ് ടീച്ചറാണ് ബേസിക് എടുക്കണത്. ടീച്ചർ നന്നായി മനസ്സിലാക്കി പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് നല്ലോണം ബേസിക് ഇഷ്ടമാണ്. It was a special question. Okay, next. Elona, it's your turn to Anushya. ഹലോ അനുഷ്യ. ഹായ്. സോ എന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ നമ്മുടെ സ്കൂൾ സബ്ജക്ട്സിൽ നിന്ന് ഒരു സബ്ജക്റ്റ് ബാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് സബ്ജക്ട് ബാൻ ചെയ്യും? സോഷ്യൽ സയൻസ്. അപ്പൊ സോഷ്യൽ സയൻസ് ആണ് അനുഷ്യക്ക് പാട് അല്ലേ? അപ്പൊ സോഷ്യൽ സയൻസ് എങ്ങനെയാ അനുഷ്യ പഠിക്കാറ്? ഞാന് സാധാരണ എനിക്ക് ടഫുള്ള വിഷയം എഴുതി പഠിക്കാറാണ് ചെയ്യണത്. അപ്പൊ അതുപോലെ എഴുതി പഠിക്കുകയും ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻസ് വായിച്ച് പഠിക്കാറും ചെയ്യും. പിന്നെ മനസ്സിലാക്കും, ടീച്ചറിന്റെ അടുത്ത് നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് വരികയും ചെയ്യും. Okay. So thank you. Wonderful question and wonderful answer. Awesome. Fantastic. ഹലോ അനുഷ്യ. ഹലോ. അനുഷ്യക്ക് ഏത് സബ്ജക്ട് എടുക്കുന്ന ടീച്ചറാണ് കൂടുതൽ ഇഷ്ടം? ബേസിക് സയൻസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ടീച്ചർ നന്നായി മനസ്സിലാക്കി പഠിപ്പിച്ചു തരാറുണ്ട്.
പിന്നെ ബേസിക് സയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ടീച്ചറും നന്നായിട്ട് എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ക്ലാസ് ടീച്ചറാണ് എടുക്കണത്. ഓക്കെ, താങ്ക് യു അനുഷ്യ. ഓക്കെ. Okay. Then turn to Aryan. You can ask your questions to Aryan. Okay, Aryan, unmute your audio, please. Unmute your mic. Yes. Okay, any one of you ask. You can ask. Hello, Aryan. Yes. ഹലോ. സോ ആര്യന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യന് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റിന്റെ, അതായത് ഏറ്റവും ഇഷ്ടമുള്ള മിസ് വരികയാണ് ക്ലാസ്സിലേക്ക്. സോ സെയിം ടൈം ആര്യന് PT പീരീഡും കൂടിയാണ്. അപ്പൊ ആര്യൻ ഏത് ചൂസ് ചെയ്യും? ഇഷ്ടമുള്ള മിസ്സിന്റെ സബ്ജക്റ്റിന്റെ ആ ക്ലാസ് കൂടാൻ ആഗ്രഹിക്കുമോ അതോ PT പീരീഡിന് പോകാൻ താല്പര്യപ്പെടുമോ? ഫേവറേറ്റ് മിസ്സിന്റെ ഫേവറേറ്റ് മിസ്സിന്റെ. സോ ആ ഫേവറേറ്റ് മിസ്സിന്റെ പേരും ഏത് സബ്ജക്റ്റ് എടുക്കണേന്നൊന്ന് പറയാവോ? മിസ് നന്നായിട്ട് പഠിപ്പിച്ച സയൻസ് ആണ് എടുക്കുന്നത്. ഓക്കെ. മിസ്സിന്റെ പേരെന്താ? മിസ്സിന്റെ പേര് ബ്ലെസ്സിംഗ്. ഓക്കെ ആര്യ. നൈസ്. എലോണ വളരെ വിദഗ്ധമായി ചോദിച്ചറിഞ്ഞല്ലേ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു അഡ്വക്കേറ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഞാൻ. എന്തോ സർ? ഫ്യൂച്ചറിൽ ഒരു അഡ്വക്കേറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. താങ്ക് യു സർ. ഓക്കെ, ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. ഓക്കെ, ആ കരിയറൊക്കെ നമുക്ക് വേറെ അല്ലാതെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതാണ്. എന്തായാലും പിന്നെ എലോണയുടെ ചോദ്യങ്ങളുടെ സ്റ്റൈല് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. വെരി ഗുഡ്, നൈസ്. താങ്ക് യു സർ. ദെൻ ഹു ഈസ് നെക്സ്റ്റ് ടു ആര്യൻ? ആര്യനോട് ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഹലോ ആര്യ. അനുഗ്രഹ ചോദിക്കൂ. ആര്യന് കൂടുതൽ താല്പര്യം കളികളോടാണോ അല്ലെങ്കിൽ പഠിക്കാനാണോ കൂടുതൽ താല്പര്യം? അങ്ങനെയില്ലേ, രണ്ടിലും. ആര്യന് കൂടുതൽ താല്പര്യം മറ്റ് ആക്ടിവിറ്റീസിനോടാണോ അല്ലെങ്കിൽ പഠിക്കാനാണോ? അങ്ങനെയില്ലേ, രണ്ടിനും സെയിം. ഓക്കെ, രണ്ടും ചെയ്യാറുണ്ടല്ലേ? സ്പോർട്സിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? സ്പോർട്സില് ആര്യന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി എന്താണെന്ന് പറയാമോ? അനുഗ്രഹയുടെ ചോദ്യത്തിന്റെ ഒരു അനുബന്ധമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ആര്യന് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടിവിറ്റി സ്പോർട്സ്, അത്ലറ്റിക്സ് അല്ലെങ്കിൽ ഗെയിംസ്, അങ്ങനെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഏതാണ്? ഇഷ്ടമായത് ഷട്ടിലാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നൈസ്. ഇംഗ്ലീഷ് വായിച്ച് പഠിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഓർമ്മയിലേക്ക് സൂക്ഷിച്ചെത്താൻ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ടോ? കൊറേ തവണ വായിക്കും. പിന്നെ ഇംഗ്ലീഷില് തോട്ട്സും കോൺവെർസേഷനും അതൊന്ന് നന്നായി വായിച്ചു. ഇംഗ്ലീഷ് വായിക്കുമ്പോ ന്യൂ വേർഡ്സ് എഴുതാറുണ്ടോ? ന്യൂ വേർഡ്സ് ഉണ്ട്, അത് എഴുതി പഠിക്കുന്നു. താങ്ക് യു. ക്ലാസ് സമയത്ത് ഫ്രീ പീരീഡ് ഒക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട്. ആ സമയത്ത് പഠിക്കാറുണ്ടോ അതോ എന്താണ് ചെയ്യാറുള്ളത്? ബ്രേക്ക് അത് 10 മിനിറ്റ് ഉള്ളത് കാരണം വേഗം. ഫ്രീ പീരീഡ് കിട്ടുമ്പോ ഞാൻ ചിലപ്പോഴൊക്കെ സ്റ്റോറി എഴുതും, കഥകള്. ഓക്കെ. ആര്യന്റെ ഒരു കഥ കേട്ടാലോ നമുക്ക്? അല്ലെ, ആര്യം പറയൂ, കഥയുണ്ടോ? പറയാം ഞങ്ങൾക്ക്. പറഞ്ഞോളൂ. യെസ്, ആര്യൻ.
ഇല്ല. ഓക്കെ, 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 ഓക്കെ. വെരി ഗുഡ്, നൈസ്.